വെൽക്കം ടു ലേണിനോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻസിലെ MCQ 6th സെറ്റ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിന്റെ ആ ഒരു സെഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. EK into 1 plus EM by EK cos omega MT into cos omega KT. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻ ഓഡിയോ സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ്സ് എ കാരിയർ സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസീസ് ഷോൺ അപ്പ് ഇൻ എ സ്പെക്ട്രം അനാലിസിസ് ഓഫ് ദ മോഡുലേറ്റഡ് വേവ്. അപ്പൊ മോഡുലേറ്റഡ് വേവിൽ ഉള്ള ഫ്രീക്വൻസീസ് ഏതൊക്കെയായിരിക്കുന്നതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൽ 3 ഫ്രീക്വൻസി ഉണ്ടാവും. ഏതൊക്കെയാണ്? FC ഉണ്ടാവും, FC plus FM ഉണ്ടാവും, FC minus FM ഉണ്ടാവും. FC എന്താണ്? കാരിയർ ഫ്രീക്വൻസി. FM എന്താണ്? മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് സൊല്യൂഷൻ നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ളതൊക്കെ എടുത്തത്. FC നമുക്ക് തന്നിട്ടുണ്ട് 100K എന്ന്, FM 1500 Hz തന്നിട്ടുണ്ട്. അപ്പൊ FC plus FM കണ്ടുപിടിക്കുക, FC minus FM കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. അപ്പൊ ഓപ്ഷൻസ് ഏതാണ്? C ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ വരിക. എന്തൊക്കെയാണ്? 100 kHz, 101.5 kHz, 98.5 kHz. So answer option C. Third question, in a carrier telephone system, a group occupies a frequency band of. അപ്പോൾ നമ്മുടെ കാരിയർ ടെലിഫോൺ സിസ്റ്റത്തിലെ ഫ്രീക്വൻസി ബാൻഡ് എന്തായിരിക്കുന്നതാണ് ചോദിച്ചത്. നമ്മുടെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 36 to 48 kHz. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ DSB ആൻഡ് SSB ട്രാൻസ്മിഷൻ ഈസ് ദാറ്റ്. അപ്പൊ നമുക്ക് DSBയും SSBയും ട്രാൻസ്മിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. DSB SSBയും പഠിച്ചിട്ടുണ്ട്. ഡബിൾ സൈഡ് ബാൻഡ്, 2 സൈഡ് ബാൻഡും, SSB ഒരു സൈഡ് ബാൻഡ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഓപ്ഷൻസ് ഫുള്ളും വായിച്ചു നോക്കിയിട്ട്, 4 ഓപ്ഷനും വായിച്ചു നോക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ വായിച്ച ആദ്യത്തെ ശരിയാണെന്ന് തോന്നും, രണ്ടാമത്തെ വായിച്ച രണ്ടാമത്തെ ശരിയാണെന്ന് തോന്നും. അപ്പൊ എല്ലാ ഓപ്ഷനും പ്രോപ്പർ ആയിട്ട് വായിച്ചു നോക്കിയിട്ട് അതിൽ ഏതാണോ കൂടുതൽ ശരി അത് വേണം നമ്മൾ ഓപ്ഷനായിട്ട് എടുക്കാൻ. അപ്പോൾ ആദ്യത്തെ നോക്കൂ, DSB ഹാസ് 2 സൈഡ് ബാൻഡ്സ് ആൻഡ് SSB ഹാസ് 1 സൈഡ് ബാൻഡ്. അപ്പോൾ DSBക്ക് 2 സൈഡ് ബാൻഡ്, SSB 1 സൈഡ് ബാൻഡ്, അതൊരു ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ നോക്കൂ, DSB ഹാസ് എ കാരിയർ ആൻഡ് 2 സൈഡ് ബാൻഡ്സ് ആൻഡ് SSB എ കാരിയർ ആൻഡ് സൈഡ് ബാൻഡ്. ഇപ്പൊ SSBക്ക് നമുക്ക് ഒരു സൈഡ് ബാൻഡേ ഉള്ളൂ, പക്ഷെ അത് തെറ്റാണ്. DSB ഹാസ് എ കാരിയർ ആൻഡ് 2 സൈഡ് ബാൻഡ്സ്. DSBക്ക് ഒരു കാരിയറും 2 സൈഡ് ബാൻഡ്സ് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ അതിൽ പകുതി ശരിയാണ്. അപ്പൊ എനിവേ ബി ഓപ്ഷൻ തെറ്റാണ്. ഇനി DSB may or may not have a carrier with 2 sideband and SSB either of the 2 sidebands without carrier. DSB നമ്മൾ കാരിയർ വെച്ചിട്ടും കാരിയർ വെക്കാതെയും നമ്മൾ ട്രാൻസ്മിഷൻ നടത്തുന്നുണ്ട്. ആൻഡ് വിത്ത് 2 സൈഡ് ബാൻഡ്സ്, 2 സൈഡ് ബാൻഡ്സ് ഉണ്ട്. അതുപോലെ SSBക്ക് 2 സൈഡ് ബാൻഡ്സും, അതായത് 2 സൈഡ് ബാൻഡ്സിൽ ഏതെങ്കിലും ഒരു സൈഡ് ബാൻഡും വിത്തൗട്ട് കാരിയർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ആണ് നമുക്ക് കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നത്. ആദ്യത്തെ ഓക്കെ ആണ് എ, പക്ഷെ നമ്മൾ DSB വിത്ത് കാരിയറും വിത്തൗട്ട് കാരിയറും നമ്മൾ ട്രാൻസ്മിഷൻ ചെയ്യുന്നുണ്ട്. സോ സി ആയിരിക്കും കൂടുതൽ ശരി. ഇനി DSB ഹാസ് എ കാരിയർ ആൻഡ് 2 സൈഡ് ബാൻഡ്സ്, അതും ശരിയാണ്. DSBക്ക് കാരിയറും 2 സൈഡ് ബാൻഡ്സും ആൻഡ് SSB വിത്തൗട്ട് കാരിയർ ആൻഡ് 2 ഡിഫറെന്റ് സൈഡ് ബാൻഡ്, അത് തെറ്റാണ്. 2 ഡിഫറെന്റ് സൈഡ് ബാൻഡ് ഉണ്ടാവില്ല. സോ നമ്മൾക്ക് ഇവിടെ 4 ഓപ്ഷൻ വായിച്ചു നോക്കിയതിൽ നമുക്ക് ഈ തേർഡ് ഓപ്ഷൻ സി, അതായത് ഓപ്ഷൻ സി ആണ് നമുക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നിയത്. സോ ആൻസർ ഓപ്ഷൻ സി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി ഓഫ് എ ലോക്കൽ ഓസിലേറ്റർ ഇൻ എ AM സ്റ്റാൻഡേർഡ് ബ്രോഡ്കാസ്റ്റ് റിസീവർ ഹാവിംഗ് ആൻ IF ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആസ് 455 kHz. അപ്പോൾ FIF ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്താണ്? 455 kHz തന്നിട്ടുണ്ട്. ട്യൂൺഡ് ഇൻ 540 kHz, അതായത് കാരിയർ ഫ്രീക്വൻസി 540 kHz തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വെൻ ലോക്കൽ ഓസിലേറ്റർ ട്രാക്സ് എബവ് ദ ഫ്രീക്വൻസി ഓഫ് ദ റിസീവ്ഡ് സിഗ്നൽ ഈസ്. അപ്പൊ ലോക്കൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലോക്കൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? FIF ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി പ്ലസ് കാരിയർ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടെ, ആ 2 വാല്യൂസും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 995 kHz. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ ഓഫ് ആൻ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ ഇൻ ആൻ FM റിസീവർ ഈസ് ടു.
ഇപ്പോൾ ഒരു FM റിസീവറിലെ ആംപ്ലിറ്റ്യൂഡ് റിസീവറിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഓപ്ഷൻസ് വായിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് എന്തായിരിക്കും ആംപ്ലിറ്റ്യൂഡ് ലിമിറ്ററിന്റെ ഫംഗ്ഷൻ? എലിമിനേറ്റ് എനി ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിസീവർ FM സിഗ്നൽ. എലിമിനേറ്റ് എനി ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിസീവർ FM സിഗ്നൽ. സോ ആൻസർ ഓപ്ഷൻ എ. So last question, 7th question. In a FM demodulator, എന്തൊക്കെയാണ് ഓപ്ഷൻസ്? Capacitors are charged to the amplitude of FM wave. Frequency deviations are converted into voltage. Simple diode is employed. None of this. നമ്മുടെ FM demodulator എന്താണ് സംഭവിക്കുക? Frequency deviations are converted into voltage. Frequency devationsനെ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സോ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.